ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹായ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. നമ്മൾ ഉറുമ്പ് ശല്യമുള്ളിടത്ത് DDT ഇടും, അല്ലെങ്കിൽ അടിച്ചു വാരി തീയിടും, ശരിയല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ശ്വാസം മുട്ടലോ അതുപോലെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർ പരിസരത്തുണ്ടെങ്കിൽ അവർക്കത് ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പുതിന ഇല ഇത് ഉണക്കി പൊടിച്ച ശേഷം വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പുകളെ കൊല്ലാൻ നല്ലൊരു വഴിയാണിത്. ഉറുമ്പുകളെ അകറ്റാനായിട്ട് സോപ്പ് വെള്ളമോ ബേക്കിംഗ് സോഡയോ വെള്ളത്തിൽ കലർത്തി നമുക്ക് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം. കിച്ചണിൽ ഉറുമ്പ് ശല്യമുണ്ടായാൽ കുറച്ച് നാരങ്ങ നീര് തളിച്ചാൽ മതി. ഉറുമ്പ് ശല്യമുള്ള സ്ഥലത്ത് ഉപ്പ് വിതറുന്നതും ഉറുമ്പിനെ അകറ്റുന്ന ഒരു വഴിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന മുറിയിൽ ഉറുമ്പിനെ കണ്ടാൽ ബെഡിൻ്റെ അല്ലെങ്കിൽ തൊട്ടിലിൻ്റെ 4 സൈഡിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അല്ലെങ്കിൽ പൗഡർ ഇട്ടാലും മതി. പൗഡറിൻ്റെ മണമുള്ളിടത്ത് ഉറുമ്പ് അടുക്കില്ല. പലപ്പോഴും ഉറുമ്പ് ശല്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിക്കാറുണ്ട്. ബെഡിൽ ഉറുമ്പ് ശല്യം ഉണ്ടായാൽ ഒന്നും നോക്കേണ്ട, ബെഡ്ഷീറ്റ് മാറ്റുക. പിന്നെ ബെഡ് സാധിക്കുമെങ്കിൽ ഒരു ദിവസം നല്ല വെയിൽ കൊള്ളിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പൗഡറോ കട്ടിലിൻ്റെ 4 കാലിൻ്റെയും ചുറ്റുമിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഉറുമ്പിനെ കൊല്ലാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സ്പ്രേ ഉണ്ടാക്കുന്ന വിധം പറയാം. കുരുമുളക് പൊടി, കറുവാപ്പട്ട പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ കുറച്ച് വെള്ളത്തിൽ കലർത്തി നമുക്ക് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം. ഈ സ്പ്രേ കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഗുണവും മണവും ഒക്കെ നഷ്ടമാകും. അതുകൊണ്ട് നമ്മുടെ അപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുറി ദിവസവും അടിച്ച് വൃത്തിയാക്കുക. ഭക്ഷണ സാധനങ്ങളൊക്കെ താഴെ വീണ് കിടന്നാൽ ഉറുമ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം. ബൈ.